എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്തായിട്ടാണ് ആക്ഷൻ പെർഫോമൻസ് ആണ് റിയൽ ക്യാരക്ടർ കൊണ്ടുവരുന്നത് അതിനകത്ത് റിയലി ത്രിൽ ടോവിനോന്ന് ആക്ടർ എവറിബഡി ആക്ടർ ഡയറക്ടേഴ്സും ക്യാമറ എല്ലാവരും ഇൻഡസ്ട്രിയിൽ ഇത് വലിയൊരു മെസ്സേജ് ആണ് എന്തിനാന്ന് ചോദിച്ചാൽ അത്യാവശ്യമാണ് ട്രെയിലർ ലോഞ്ചിൽ സാർ പറഞ്ഞിരുന്നു പടം നന്നായിരിക്കും, അതേപോലെ തന്നെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണെന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. അതിപ്പോൾ ഈ പടം കാണുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ സ്റ്റൈലാണ് ആ മേക്കിംഗ് എന്ന് പറയുന്നത്. കാരണം പലൊരു ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യെസ് ഡൺ എ ഗുഡ് ജോബ്, നമ്മളതുപോലെ പടം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ്. എൻ്റെ പടം എങ്ങനെയാണെന്നുള്ളത് മറ്റുള്ളത് പറയും. പക്ഷേ എൻ്റെ പടം ടൊവിനോയുടെ അടുത്ത ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും തോന്നുന്നു. ടൊവിനോയുടെ അടുത്ത ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും തോന്നുന്നു, ഏറം പോലെ. செகண்ட் மூவி எப்படி இருந்துச்சு? அந்த படத்தில் சூப்பராக பண்ணிருக்காங்க, ஃபைட் மாஸ்டர் நல்லா பண்ணிருக்காங்க. முக்கியமாக அந்த படத்தில் அனில் நாடோடிகள் அப்புறம் சாபி சொல்லிட்டு ஃபர்ஸ்ட் டைம் அந்த ஃபுல் பிளேன் பார்த்துருக்கீங்களா? ஃபுல் செட் அவர் தான் கட்டிருக்காங்க. ஸோ இப்போ தமிழ் மலையாளம் இட்ஸ் ஹியூஜ் and CGI and the artwork is that all Akhil and his team, all Akhil and his team. நாம் வேலை பண்ணும்போது அது செட்டுக்குள்ளே இருந்துச்சு. செட் அவ்வளோ பிரம்மாண்டமாக இருந்துச்சு. ஈவன் ஃபைட் மாஸ்டர் வாஸ் ஃப்ரம் ஹாங்காங், யானிக் பென் சொல்லிட்டு அவர் தான் இது எல்லாம் கம்போஸ் பண்ணாங்க நம்ம கூட. அகில் ஜார்ஜோட கேமரா ஒர்க் அண்ட் டோவி ஆக்ஷன். yeah nice, it's too fast like a Hollywood movie. Yeah, it's got the style. Yeah you too. I enjoyed working with them. yeah ஒரு 10 நாள் கழிச்சு நான் ஃபோட்டோஸ் போடுவேன், நான் என்னோட டோவி போடுவேன். உங்களுக்கு தெரியும் எவ்வளோ ஜாலி இருந்துச்சு. ஹேவ் ஹாப்பி நியூ இயர். தேங்க்யூ. அவர் எனக்கு இன்ட்ரடியூஸ் பண்ணாங்க. மம்முக்கா கூட நடிக்கிறதுக்கு வாய்ப்பு கிடைச்சது. டூ மச் சிட்டி ஐ ரியலி என்ஜாய் இட். ஐ கேம் வித் அகில் அண்ட் அனாஸ் அவரை வீட்டுக்கு வாய்ப்பு கொடுத்தாங்க. டோவி மீட் பண்ணவே இல்லை. செட்டுக்குள்ளே டோவி மீட் ரியலி குட் ஆக்டர். ஐ ரியலி என்ஜாய் பண்ணேன். ரொம்ப என்ஜாய் பண்ணேன். சார் அச்சு ரொம்ப என்ஜாய் பண்ணேன். ஒரு ஃபேமிலி மாதிரி இருந்துச்சு. ரியலி அது குட். താങ്ക് യു. തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. എനിക്കിത് തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തൊരു സിനിമയാണ്. ഞങ്ങളുടെ കുടുംബരാണെങ്കിലും അതിലൊരു പ്രൊഡക്ഷൻ ഡിസൈനർ, ഷോർട്ട് മെഷീൻ, നമ്മളൊരു പ്രോപ്പറായിട്ട് ഒരു തിയേറ്ററിൽ വരുന്ന കാണുന്ന ആളുകൾക്ക് ഒരു പുതിയൊരു സിനിമാറ്റിക് ഫീൽ കൊടുക്കണം എന്ന് പറയുന്ന ശ്രമത്തിൽ പുറത്ത് തന്നെ നടത്തിയൊരു സിനിമയാണ്. സോ അപ്പോൾ അത് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കണ്ട സമയത്ത് ഒരുപാട് തൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. ഈ ടൊവിനോനെ കണ്ടപ്പോൾ ടോം ക്രൂസിനെ പോലെ കണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ലാസ്റ്റ് അങ്ങനെ പറഞ്ഞ സന്തോഷം, ഒരുപാട് സന്തോഷം പറയട്ടെ. സാറിന് ഷൂട്ടിംഗ് സമയത്ത് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഷൂട്ടിംഗ് സമയത്തല്ല, ഞാനിപ്പോൾ അവസാനത്തെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് എനിക്ക് ഡെങ്കു ഫീവർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടായിരിക്കുന്ന അവസ്ഥയിലാണ് അവസാനത്തെ ഒരു മിക്സിൻ്റെ ഒരു 4 ദിവസങ്ങളൊക്കെ ഇരുന്ന് നമ്മൾ ഫൈനൽ മിക്സ് ലോക്ക് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടൊക്കെ ഒന്ന് കുറച്ച് പറഞ്ഞു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പ്രൊമോഷൻ ഇറങ്ങി. അത് അതിൻ്റെ പിറ്റേ ദിവസം പ്രൊമോഷൻ ഇറങ്ങി. ഇപ്പോൾ ഇന്നലെ വരെ പ്ലേറ്റ്ലെറ്റ് ചെറുതായിട്ടൊന്നും കുറേ ഉണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ അത് വീണ്ടും കുറേ വന്നു. അടുത്ത പ്രൊജക്റ്റൊക്കെ എങ്ങനെ? അടുത്ത കഥകൾ ആലോചിക്കുന്നു. ഇപ്പം ഐഡൻറ്റിറ്റി ഒരു വലിയ സിനിമയാണല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു സമയം എടുത്തതിന് ശേഷം അടുത്ത കഥകളിലേക്ക്. താങ്ക് യു സോ മച്ച്.